മന്ത്രിസഭാ രൂപീകരണത്തിൽ സമഗ്രമായ പൊളിച്ചെഴുത്തിന് തയ്യാറെടുക്കുകയാണ് കോൺഗ്രസ്. സുപ്രധാനമായ ചില വകുപ്പുകളിലെ വച്ചുമാറ്റവും UDF-ൽ ചർച്ചയാകുന്നുണ്ട്. വിദ്യാഭ്യാസ വകുപ്പ് അത് മുസ്ലിം ലീഗിന് ഇക്കുറി നൽകില്ല, പകരം ആരോഗ്യ വകുപ്പ് നൽകിയേക്കും. മുഖ്യമന്ത്രി ഉൾപ്പെടെ 12 മന്ത്രിമാർ കോൺഗ്രസിൽ നിന്നുണ്ടായേക്കും. സ്പീക്കർ സ്ഥാനവും കോൺഗ്രസിന് ലഭിച്ചേക്കും. അമൽ തേനംപറമ്പിൽ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. അമൽ, ഗുഡ് മോർണിംഗ്. മന്ത്രിസ്ഥാനം സംബന്ധിച്ച ചർച്ചകളൊക്കെ പുരോഗമിക്കുന്നു. ചില വച്ചുമാറ്റങ്ങൾ, പ്രത്യേകതകളൊക്കെ ഇത്തവണ ഉണ്ടാവുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അത് ഏറ്റവും ശ്രദ്ധിക്കപ്പെടുന്നത് വിദ്യാഭ്യാസം, ആരോഗ്യം അത് തന്നെയായിരിക്കുമെന്ന് തോന്നുന്നു. കാരണം എത്രയോ കാലമായി നമുക്കറിയാം UDF ഭരണത്തിലേറിയാൽ വിദ്യാഭ്യാസ വകുപ്പ് മുസ്ലിം ലീഗിന് എന്നത് ഒരു രീതിയാണ്. പക്ഷേ ഇത്തവണ അതിലൊരു മാറ്റം ഉണ്ടാകും എന്നാണ്, പകരം ആരോഗ്യം നൽകും എന്നാണല്ലോ. എന്താണ് വിശദ വിവരങ്ങൾ? ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകളൊക്കെ എങ്ങനെയാണ് പുരോഗമിക്കുന്നത്? മോദി, ഈ ഘടകകക്ഷികളുടെ ക്ലെയിമിന് ഇത്രയും കുറവ് വന്ന ഒരു UDF ഗവൺമെൻറ് ഉണ്ടായിട്ടില്ല എന്ന് തന്നെ പറയേണ്ടി വരും. 2001 കാര്യം എടുത്ത് പരിശോധിച്ചാൽ പോലും ഇത്രയ്ക്ക് ഉണ്ടായിരുന്നില്ല. കോൺഗ്രസിന് ഇപ്പോൾ 63 MLA-മാരുണ്ട്. അപ്പോൾ മറ്റ് ഘടകകക്ഷികളുടെ ഈ പറയുന്ന വകുപ്പുകളൊക്കെ ആവശ്യപ്പെടുമ്പോഴും അല്ലെങ്കിൽ ലീഗ് ഉപമുഖ്യമന്ത്രി സ്ഥാനം ആവശ്യപ്പെടുമോ എന്നുള്ള ചോദ്യമൊക്കെ ആദ്യഘട്ടത്തിൽ ഉണ്ടായിരുന്നു തിരഞ്ഞെടുപ്പ് നടന്നപ്പോഴൊക്കെ. പക്ഷേ ഇപ്പോൾ അത്തരത്തിലൊരു ചർച്ചകളൊന്നുമില്ല. നമ്മൾ UDF-ന്റെ അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ മന്ത്രി പട്ടിക പരിശോധിക്കുമ്പോൾ ആരൊക്കെ വരുമെന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ലീഗിന് ഒരുപക്ഷെ 5 മന്ത്രിസ്ഥാനങ്ങൾ കൊടുത്തേക്കാം. അതോടൊപ്പം തന്നെ CP ജോൺ, അനൂപ് ജേക്കബ്, ഷിബു ബേബി ജോൺ എന്നിവരൊക്കെ മന്ത്രിയാകും. അതോടൊപ്പം തന്നെ പിന്നെ ആരൊക്കെ മന്ത്രി എത്തും എന്നുള്ള കാര്യത്തിൽ ഈ സാമുദായിക സമവാക്യം എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. അതൊക്കെ പാലിച്ച് ഈ സാമുദായിക സമവാക്യം കൃത്യമായി പാലിച്ച് മുന്നോട്ട് പോയിട്ടുണ്ടെങ്കിൽ മന്ത്രിമാരാകാൻ യോഗ്യരായ പലരും ഒഴിവാക്കപ്പെടും എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടിയാണ്. തിരുവനന്തപുരത്ത് നിന്നും ഇപ്പോൾ K മുരളീധരൻ തിരുവനന്തപുരത്ത് നിന്നുണ്ട്. അതോടൊപ്പം തന്നെ M വിൻസെന്റ്, 2 പേരുകൾ സജീവമായി തന്നെ ചർച്ചയിൽ നിൽക്കുന്നു. ശക്തനുണ്ട് എങ്കിൽ കൂടി N ശക്തന്റെ പേര് പരിഗണിക്കപ്പെടുമോ എന്നുള്ളത് ഒരു ചോദ്യമായി തന്നെ നിലനിൽക്കുകയാണ്. കാരണം എല്ലാവരെയും പരിഗണിക്കാൻ കഴിയില്ല. കാരണം CP ജോൺ തിരുവനന്തപുരത്ത് നിന്ന് മന്ത്രിയായാൽ പിന്നീട് 3 മന്ത്രിമാർ തിരുവനന്തപുരത്ത് നിന്നാകും എന്നുള്ളതൊരു പ്രശ്നമായി നിലനിൽക്കുകയാണ്. അതിനാൽ തന്നെ K മുരളീധരനെ എന്തായാലും മന്ത്രിസഭയിൽ ഉൾപ്പെടുത്തേണ്ടി വരും. മുരളീധരൻ കഴിഞ്ഞാൽ പിന്നെ മറ്റൊരു പേര് ആര് എന്നുള്ളതൊരു ചോദ്യമായി നിലനിൽക്കുന്നു. അതോടൊപ്പം തന്നെ അടുത്ത ജില്ലയിലേക്ക് പോയാൽ ഇപ്പോൾ ചാണ്ടിയുമ്മൻ്റെ പേര് സജീവമായി തന്നെ പരിഗണനയിൽ നിൽക്കുന്നു. തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ അവിടെയുണ്ട്. അതോടൊപ്പം തന്നെ ബിന്ദു കൃഷ്ണ, അതോടൊപ്പം തന്നെ PC വിഷ്ണുനാഥ് തുടങ്ങിയ പേരുകൾ കൊല്ലത്തു നിന്നും വരുന്നു. കൊല്ലത്തു നിന്നും ഷിബു ബേബി ജോൺ കൂടി മന്ത്രിയെ എത്തും എന്നുള്ളത് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഷിബുവും അതോടൊപ്പം തന്നെ ബിന്ദു കൃഷ്ണയും വിഷ്ണുവും 3 പേരുകൾ ആ ജില്ലയിൽ നിന്ന് തന്നെ ഉയർന്നു വരികയാണ്. ഇപ്പോൾ ഇതിൽ ആര് വരും എന്നുള്ളത് പ്രധാനപ്പെട്ട ചോദ്യമാണ്. ഒരു ജില്ലയിൽ നിന്നും 3 പേർ, ഇപ്പോൾ തിരുവനന്തപുരത്ത് നിന്ന് 3 പേർ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു. CP ജോൺ, അതോടൊപ്പം തന്നെ N ശക്തൻ, വിൻസെന്റ്, 3 പേരുകൾ തിരുവനന്തപുരത്ത് നിന്ന് വരുന്നു. അതോടൊപ്പം തന്നെ കൊല്ലത്ത് നിന്നും വിഷ്ണുവിൻ്റെ പേരും അതോടൊപ്പം ബിന്ദു കൃഷ്ണയുടെ പേരും ഷിബു ബേബി ജോണിൻ്റെ പേരും വരുന്നു. അപ്പോൾ ഷിബു ബേബി ജോൺ സ്വാഭാവികമായും മന്ത്രിസഭയിലേക്ക് എത്തും. പക്ഷേ കോൺഗ്രസിൻ്റെ പട്ടികയിൽ ആര് വരും? ഒരു ജില്ലയിൽ നിന്ന് 3 പേരൊക്കെ മന്ത്രിയാകുമോ എന്നൊരു ചോദ്യം അവിടെ നിൽക്കുകയാണ്. ഇനിയിപ്പോൾ ആലപ്പുഴയിലേക്ക് പോയാൽ ആലപ്പുഴയിൽ രമേശ് ചെന്നിത്തലയുടെ പേര് ഉറപ്പായും ഈ മന്ത്രിസഭയുടെ ഭാഗമായി ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കപ്പെടുന്നു. ഒന്നെങ്കിൽ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക്, അല്ലെങ്കിൽ ആഭ്യന്തരമന്ത്രി സ്ഥാനത്തേക്ക്, അല്ലെങ്കിൽ പ്രധാനപ്പെട്ട ഒരു വകുപ്പിലേക്ക് ഉണ്ടാകും എന്ന് കരുതുന്നു. രമേശ് ചെന്നിത്തല മന്ത്രിസഭയുടെ ഭാഗമാകാതെ മാറി നിൽക്കും എന്ന് കരുതുന്നില്ല. അപ്പോൾ രമേശ് ചെന്നിത്തലയുടെ പേര് ആലപ്പുഴയിൽ നിന്നുണ്ടാകും. അവിടെ M ലിജു ഉണ്ട്. സാമുദായിക സമവാക്യമൊക്കെ പരിഗണിക്കുമ്പോൾ M ലിജുവിൻ്റെ പേര് സ്വാഭാവികമായും വരും എന്നുള്ളത് പ്രതീക്ഷിക്കപ്പെടുന്ന ഒരാളാണ്. അതോടൊപ്പം ആ കൂട്ടത്തിലുള്ള ഒരു പേരാണ് ഷാനിമോൾ ഉസ്മാൻ. ആ ജില്ലയിൽ നിന്നും 3 പേരുടെ പേരുകൾ സജീവ ചർച്ചയായി നിൽക്കുന്നു. കോട്ടയത്തേക്ക് പോയാൽ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, അതോടൊപ്പം തന്നെ ചാണ്ടിയുമ്മൻ, 2 പേരുകൾ സജീവ ചർച്ചയിൽ നിൽക്കുകയാണ്. അങ്ങനെ 2 പേരുകൾ കോട്ടയത്തു നിന്നും ഉണ്ടാകുന്നു. ഇടുക്കി ജില്ലയിൽ നിന്നുമാണെങ്കിൽ അങ്ങനെ മന്ത്രിസഭയിലേക്ക് പരിഗണിക്കപ്പെടേണ്ട പേരുകൾ എന്നുള്ള നിലയ്ക്ക് ഉയർന്നു വരുന്നില്ല എങ്കിൽ കൂടി ജില്ലാ പ്രാതിനിധ്യം ഉറപ്പുവരുത്തുകയാണ് എങ്കിൽ ഒരുപക്ഷെ റോയ് കെ പൗലോസിൻ്റെ പേര് പരിഗണിച്ചേക്കാം. അല്ലെങ്കിൽ കേരള കോൺഗ്രസിൻ്റെ മന്ത്രിസ്ഥാനത്തിൽ മോൻസ് ഇല്ല എങ്കിൽ ഒരുപക്ഷെ അബുവിൻ്റെ പേര് പരിഗണിക്കാം എന്ന് അങ്ങനെ ഒരു സാധ്യത കൂടി നിലനിൽക്കുകയാണ്. പക്ഷേ അത് എത്രത്തോളം ഉണ്ട് എന്ന് കണ്ടറിയേണ്ടിയിരിക്കുന്നു. അടുത്ത ജില്ലയിലേക്ക് എറണാകുളത്തേക്ക് പോയിട്ടുണ്ടെങ്കിൽ TJ വിനോദിൻ്റെ പേര് സജീവ പരിഗണനയിലുണ്ട്. വിൻസെന്റിനെ പരിഗണിച്ചില്ല എങ്കിൽ, തിരുവനന്തപുരത്ത് നിന്നും വിൻസെന്റിനെ പരിഗണിച്ചില്ല എങ്കിൽ സാമുദായിക സമവാക്യം പരിഗണിച്ചുകൊണ്ട് TJ വിൻസെന്റ് ഒരുപക്ഷെ മന്ത്രിസഭയിലേക്ക് എത്തിയേക്കാം എന്നുള്ളതാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. അതോടൊപ്പം തന്നെ VD സതീശൻ മുഖ്യമന്ത്രിയായി എത്തിയില്ല എങ്കിൽ മന്ത്രിസഭയുടെ ഭാഗമായി ഉണ്ടാകുമോ എന്നറിയില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ VD സതീശൻ്റെ പേര് കൂടി ആ ജില്ലയിൽ നിന്നും സജീവമായി തന്നെ ചർച്ചയിലുണ്ട്. മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് അല്ലെങ്കിൽ മറ്റ് പ്രധാനപ്പെട്ട ഒരു വകുപ്പിലേക്ക് എന്നുള്ള നിലയിലേക്കാണ് VD സതീശൻ്റെ പേര് ചർച്ചയാവുന്നത്. ഇനി അടുത്ത ജില്ലയിലേക്ക് തൃശ്ശൂരേക്ക് പോയാൽ അവിടെ നിന്നും ആരുണ്ടാകും എന്നുള്ള കാര്യത്തിൽ ഇതുവരെയും ഒരു വ്യക്തത നൽകാൻ കോൺഗ്രസ്സുകാർക്ക് പോലും കഴിയുന്നില്ല. പാലക്കാടേക്ക് പോയാൽ VT ബൽറാമിൻ്റെ പേരാണ് ഏറ്റവും സജീവ ചർച്ചയിലുള്ളത്. മറ്റു പേരുകളൊന്നും അവിടെ നിന്നും വരുമെന്ന് കരുതുന്നില്ല. മാത്രമല്ല ലീഗിൻ്റെ പല
പല പേരുകളും ആ ജില്ലയിൽ നിന്നുണ്ടാകും. ഷംസുദ്ദീൻ്റെ പേരടക്കം ഉണ്ടാകും മണ്ണാർക്കാട് നിന്നും എന്ന് പറയുന്നു. അതോടൊപ്പം മലപ്പുറത്തേക്ക് പോയിട്ടുണ്ടെങ്കിൽ മലപ്പുറത്ത് നിന്നും കോൺഗ്രസിന് അങ്ങനെ സജീവമായി ചർച്ച ചെയ്യാനുള്ള പേരുകൾ മലപ്പുറത്ത് ഇല്ല. തവനൂരും അതോടൊപ്പം തന്നെ പൊന്നാനിയും മാത്രമാണ് കോൺഗ്രസിൻ്റെ 2 MLA-മാരുള്ളത്. പിന്നീടുള്ളത് നിലമ്പൂരാണ്. ആര്യാടൻ ഷൗക്കത്തിനെ പരിഗണിക്കുമോ എന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തതയുമില്ല. കാരണം സാധ്യത വളരെ കുറവാണ്. സാമുദായിക സമവാക്യം പരിഗണിക്കുമ്പോൾ ഒന്നെങ്കിൽ ടി സിദ്ദിഖ് അല്ലെങ്കിൽ ഷാനിമോൾ ഉസ്മാൻ എന്നുള്ളതാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. വയനാടേക്ക് എത്തിയാൽ സിദ്ദിഖിൻ്റെ പേര് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചർച്ചയായുള്ളത്. IC ബാലകൃഷ്ണൻ ആണെങ്കിൽ മന്ത്രിയാകാനുള്ള ആഗ്രഹം പ്രകടിപ്പിച്ചു കഴിഞ്ഞു. അങ്ങനെ അവിടെ ഒരു ചർച്ച നിൽക്കുന്നു. കോഴിക്കോടേക്ക് എത്തിയാൽ കോൺഗ്രസിന് പറയാൻ ഒറ്റ പേര് മാത്രമാണുള്ളത്, ഈ സാമുദായിക സമവാക്യം. അതും സാമുദായിക സമവാക്യമാണ്. ഈഴവ പ്രാതിനിധ്യമൊക്കെ ഉറപ്പാക്കാൻ ഒരു 3 പേരെയൊക്കെ ഉൾപ്പെടുത്താനാണ് തീരുമാനമെങ്കിൽ ഒരു പക്ഷേ K ജയന്ത് മന്ത്രിസഭയിലേക്ക് എത്തും എന്നുള്ളതാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. കാസർഗോഡേക്ക് എത്തിയാൽ 2 സീറ്റുകളാണുള്ളത്. നീലകണ്ഠനും അതോടൊപ്പം തന്നെ തൃക്കരിപ്പൂരിൽ സന്ദീപ് വാര്യരും. ആ 2 പേരുടെയും പേരും മന്ത്രിസഭയിലേക്ക് പരിഗണിക്കാനുള്ള സാധ്യത കാണുന്നില്ല. ഇങ്ങനെയൊക്കെയാണ് കോൺഗ്രസിൻ്റെ ഈ സാധ്യതാ പട്ടികകൾ, മന്ത്രിസഭയിലേക്കുള്ള സാധ്യതാ പട്ടികകൾ പരിശോധിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്ന പേരുകൾ. ഇതിൽ എത്ര പേർ വരും എന്നുള്ളത് കാര്യം അറിയില്ല. കാരണം ലീഗിന് 5 പോയി കേരള കോൺഗ്രസ്, അതോടൊപ്പം തന്നെ ഷിബു ബേബി ജോൺ, ഈ CP ജോൺ, ഈ പേരുകളൊക്കെ മാറ്റി നിർത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 5 പേർ അങ്ങനെ തന്നെ പോയി കഴിയും. അപ്പോൾ അങ്ങനെ ചെറിയ ഘടകകക്ഷികൾക്ക് കൊടുക്കുന്ന സീറ്റുകൾ കൂടി മാറ്റി നിർത്തുമ്പോൾ കോൺഗ്രസിന് ആകെയുള്ളത് 12 പേരാണ്. മുഖ്യമന്ത്രി അടക്കം 12 പേരാണ്. ആ 12 പേരുടെ പട്ടികയിലേക്ക് ഉൾപ്പെടാൻ വേണ്ടി വലിയ ഇടിയാണ് നടക്കുന്നത്. ആരൊക്കെ വരുമെന്നുള്ള കാര്യം കണ്ടറിയേണ്ടിയിരിക്കുന്നു. തീർച്ചയായിട്ടും അമൽ, മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് തന്നെ വലിയ അടിപിടിയാണ്. അതിനിടയിൽ മറ്റു മന്ത്രിമാരുടെ കൂടെ കാര്യമാവുമ്പോൾ ഇനി ഏത് തരത്തിലാണ് അടിപിടികൾ മുന്നോട്ട് പോകുന്നതെന്ന് നമുക്കറിയാം. പ്രശ്നങ്ങളൊന്നുമില്ലാതെ മന്ത്രിസഭ രൂപീകരിക്കാൻ കഴിയട്ടെ അല്ലേ? അമൽ തേരംപറമ്പിൽ നല്ല ദിവസമായിരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു.